വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് എൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാമാണ്. അപ്പം ഞാനൊന്നിനും പങ്കെടുത്തിട്ടില്ല. ഞാനിപ്പം ലാസ്റ്റ് 7ാം ക്ലാസ്സിനാണ് പങ്കെടുത്തത്. പിന്നെ പങ്കെടുത്തിട്ടില്ല ഒന്നിനും. ദൈവമോളൊന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇപ്രാവശ്യം ഞങ്ങൾ കാണാനാണ് പോണത്. അപ്പം ഇപ്പം പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട്. സോ ഞാനും പപ്പയും ദിയമോളും ആണ് കേട്ടോ പോണത്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. പരിപാടി 5:30 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗസ്റ്റായിട്ട് വിനയ് ഫോർട്ട് ആണ് വരുന്നത്. ഗൈസ് പോകാം. ഗൈസ് സ്കൂട്ടിയിലാണ് പോണത്. ഫ്രണ്ട്സ്, പപ്പ പോക്കറ്റ് മണിക്ക് വേണ്ടി ATM പോയേക്കാണ്. പോക്കറ്റ് മണി ഒക്കെ കിട്ടും. അവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ തിന്നാനുണ്ടാവും കേട്ടോ. ഫുഡ് കോർട്ട് ഉണ്ട് പറഞ്ഞു. ഫുഡ് കോർട്ട് ഉണ്ട്. അങ്ങനക്കാണ് തരാൻ പറ്റൂല. ഞാൻ അന്ന് പോയല്ലോ. അപ്പൊ ബാക്കി വരൂലേ? അത് മടക്കി പോക്കറ്റിലിട്ടോ. ഗൈസ് ഇപ്പൊ തന്നെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഈ ഒരു ടൈം ആകുമ്പോ ഒരു കുറച്ച് തണുപ്പ് വരും ഗൈസ്. പിന്നെ രാത്രി ആകുമ്പോ പെരും തണുപ്പാണ്. ഒരു 11 മണിയൊക്കെ ആകുമ്പോ പെരും തണുപ്പാണ്. സ്വെറ്ററൊക്കെ എടുത്തിട്ടുണ്ട് പപ്പയ്ക്ക് എപ്പോഴും. ഇത് പിന്നെ ഫുള്ള് ഗൈസ് ഈ ബാഗാണ് ടീമോൾ പറയണത് പൂക്കിടാൻ വേണ്ടിയിട്ട്. അത് വാങ്ങാൻ കേട്ടോ കടയിൽ വന്നിട്ട്. നമ്മളെ മെൻസ് ഫോറം ഉണ്ട് ഗൈസ് അപ്പുറത്ത്. അതാ സ്കൂളെത്തി. നല്ല തിരക്കുണ്ട്. എനിക്ക് മടിയാണ് വീഡിയോ എടുക്കാന്. നമ്മൾ ഉള്ളിലേക്ക് കയറുക കേട്ടോ. ഇവിടെ ഇത് പരിപാടി നടന്നുകൊണ്ടിരിക്കുക ഗൈസ്. ഞാനങ്ങനെ പാറു ചേച്ചീനെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് നടന്നപ്പം ചേച്ചീനെ മീറ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗൈസ്. ഗൈസ് നിലമ്പൂർ വ്ളോഗ്സിനെ കണ്ടുമുട്ടിയിരിക്കുന്നു സ്കൂളിൽ വെച്ചിട്ട്. വരുമൂന്നരല്ലേ? ആ ആണോ? വരുമോ? ഏതാശി? ഗൈസ് ഞങ്ങൾ ഉള്ളിലേക്ക് പോകുന്നതാ കേട്ടോ ടീച്ചേഴ്സിനെ കാണാൻ. ഇവർക്ക് ടീച്ചേഴ്സിനെ കാണാം. ഹായ് പറ. ഏത് ഡാൻസിനാണുള്ളത്? തിരുവാതിരയാണോ? താരാട്ട് പാട്ടോ കഴിഞ്ഞോ? നിക്കി. ഗൈസ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ഞങ്ങളൊരു എനിമി ആയിരുന്നു, പക്ഷേ പിന്നെ ഫ്രണ്ട്സ് ആയി ഗൈസ്. 7th ഫ്രണ്ട്. ഓനെ ഞാനിപ്പോൾ ഇവിടുന്ന് ഓന് എന്നെ വിളിച്ചു ഹലോ പറഞ്ഞു. അതിലപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓരാണ്. ആകെ മാറി. അപ്പം ഹാപ്പിയായി ഓൻ ഇങ്ങോട്ട് വന്ന് വിളിച്ചതിന്. കാരണം ഞങ്ങൾ എനിമി ആയിരുന്നു ഗൈസ്. അപ്പം ഞങ്ങളെ കൊണ്ടുവരാൻ പപ്പ വന്നിരിക്കുന്നു. പരിപാടി ശരിക്കും ഇപ്പൊ പ്രസംഗം കഴിഞ്ഞ് ഇങ്ങനെ കുട്ടികളെ പരിപാടി തുടങ്ങി വരുന്നു. ആണോ? പാറു ചേച്ചി ഉണ്ടായിരുന്നു കൂട്ടിന്. എന്താ വാങ്ങിയത് പൈസക്ക്? ഐസ്ക്രീം. എന്താ വാങ്ങി? എന്റെ പൈസക്ക് വാങ്ങിയോ? അത് ശരി. നിങ്ങൾ 10 പൈസ ചെലവാക്കാതെ ബാക്കിയുള്ളവരുടെ പൈസക്ക് ചെലവായിക്ക. എന്താ പരിപാടി? അവിടെ ദിയമോക്ക് ഉപ്പിലിട്ട മാങ്ങ വേണം ഗായ്സ്. പൈസ എടുക്കണ്ടേ? ഒരു മാങ്ങ.
ഞങ്ങള് ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ പരിസരത്തോട്ട് വന്നതാണ്. നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോന്ന്. ഗൈസ്, ഇവിടെ നമ്മളെ ചീസ് ബോംബ് ഉണ്ട്. അവിടെ നിന്ന് കിട്ടണ അതേമാതിരി തന്നെയാണ് പറയണത് കേട്ടോ. നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് ടേബിൾ ചെറുതായിട്ടൊന്ന് മാറിപ്പോയിരിക്കുന്നു ഗൈസ്. ലുഡോ, ഞാൻ റെഡ്. ഇത് കുട്ടികളുടെ കളിയാണ് ഗൈസ്. ഇവരൊരു ഡൈസും പിന്നെ 2 കപ്പും കൊണ്ടുവന്ന് വെച്ചിട്ട് കളിക്കാന്. അപ്പം കളിക്കണേ. 5 കാറ് വീഴണ്ടേ? ഇല്ലേ, 6 ഞാൻ ഇറക്കിയേ. ഇത് വേറെയാണ്. നമ്മള് മറ്റേത് ക്രോയ്സ് ഉണ്ടായിരുന്നു സാധനം. ഞാൻ വെറുതെ മറ്റവരുടെ ഒരു പ്രൈസ് പറഞ്ഞിട്ടുണ്ടോ എന്താ അറിയില്ല. കൊള്ളാവോ? എന്താണ് പറയൂ. ചീസ് ബോംബിന്റെ മിനി വേർഷൻ ആണല്ലേ? എന്ന് കിട്ടുന്ന മിനി വേർഷനാണ് ഇവിടെ. സെയിം സാധനം. ചീസ് ബോംബി അതിൽ തിന്നിട്ടില്ല കേട്ടോ. ഒരു പിസ്താച്ചിയോ അതിൻ്റെ ഉള്ളിത്തൊക്കെ കറക്റ്റാം. നമുക്ക് ഇഷ്ടപ്പെട്ടു. വേഗം മത്താവുന്നവർക്ക് ഇത് മതി. ഓവർ മധുരമൊന്നുമില്ലല്ലേ? ഓവർ മതി. ചിലത് 1 സ്പൂൺ 2 സ്പൂൺ കഴിക്കുമ്പോൾ തന്നെ മതിയാവും. ഒരു സ്പെഷ്യൽ ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ഫ്രൈസ് പോലെ വേറെ സാധനം അല്ലേ? ഓർഡർ ഫ്രൈസിൽ നമ്മളെ മറ്റേ ചിക്കന് മസാല ഉണ്ടാവും. ചീസ് മസാല ഷാർമേനായതല്ലേ? പിന്നെ ലേസ് മറ്റേ ചുമന്ന ലേസാണ് തോന്നുന്നു. എന്താ പറഞ്ഞേ? സ്പൈസിക്കം. ഒരു കമ്മുണ്ടല്ലോ എന്തായാലും അല്ലേ? ഫ്രണ്ട്സ്, ഞാൻ ചായയാണ് ഓർഡർ ചെയ്തത്. ഫ്രണ്ട്സ്, ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. എനിക്ക് ടു ബി ഹോണസ്റ്റ് ഇഷ്ടമായി കേട്ടോ. മറ്റേ സ്പൈസി ഒന്നും അല്ലേ? സ്പൈസി ഒന്നല്ല, നോർമൽ ഒരു യൂറോപ്യൻ ഫ്ലേവർ അല്ലേ? ഒരു നമ്മുടെ സ്പൈസസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇത് ഓർഡർ പ്രൈസ് മാറിയോ? എന്തെങ്കിലും വേണോ? ഫ്രണ്ട്സ്, അമ്മ വന്നിട്ടില്ല. അമ്മയ്ക്ക് രാത്രി മഞ്ഞ് പെയ്യണോണ്ട് മീൻസ് അമ്മയ്ക്ക് ജലദോഷവും പനിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഊട്ടി പോയി വന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഗൈസ്. അപ്പം മഞ്ഞ കൊണ്ടിനെ കൂട്ടണ്ട ജസ്റ്റ് അമ്മ വന്നിട്ടില്ല. ഞങ്ങൾ 3 പേരും തന്നെ വന്നിട്ടുള്ള സ്കൂട്ടിക്കാണ് വന്നത്. ബുള്ളറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൈബായി. ബുള്ളറ്റ് തിങ്ങി ഇറങ്ങിയിരിക്കണ്ടേ? ഞാൻ നല്ല തിരക്കാവുന്ന വിചാരിച്ചാൽ ബുള്ളറ്റ് എടുക്കാൻ. ഇതാകുമ്പോൾ ഏരിയയിൽ നമുക്ക് ഓടിച്ച് കയറ്റി കൊണ്ടുപോകാം സ്കൂട്ടി. ഗൈസ്, അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. ഇപ്പം സമയം 10:30 ആയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് 6 മണിക്ക് പോകുന്നതാണ്. ദിയമോള് കോട്ടിട്ടോ, തണുപ്പാണ്. ഇത് ഊട്ടി പോയി വരും അപ്പ നാട്ടുണ്ട്. എന്റെ ട്രാൻസ്പെറന്റ് ഉണ്ടോ അപ്പുറത്തേക്ക് കാണാം. ഇപ്പോഴൊക്കെ അല്ലേ തണുപ്പ് കിട്ടുള്ളൂ. പിന്നെ കുറച്ച് തണുപ്പ് കിട്ടുക കോടമഞ്ഞൊക്കെ തണുപ്പുണ്ട്. ഇപ്പോഴും നമ്മുടെ അവിടെ സ്കൂളിൽ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു 11:30-12 മണി 11:30 ആകുമ്പോഴത്തേക്കും തീരുമായിരിക്കും. 12 മണി അടുപ്പിച്ച്. കാരണം ഞാൻ വന്ന ടൈമിൽ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് വലിയ സീനിയേഴ്സ് ഇല്ല, ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻസിന്റെ പ്രോഗ്രാം
മാതിരിയൊന്നും അല്ല, നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മളുണ്ടല്ലോ അവിടെ നിൽക്കണ ടൈമിൽ തണുപ്പൊന്നുമില്ല. പക്ഷെ സ്കൂട്ടി തണുത്ത് ബാക്കിൽ പെരും തണുപ്പ്. കൈയൊക്കെ തണുക്കണ നമ്മൾ തലയിൽ കൂടെ ഇട്ടില്ലേ. ഈ ഞാനൊക്കെ ഊട്ടി പോയി കഴിഞ്ഞാൽ കണ്ണു കൂടെ വെള്ളം തളിച്ചിട്ട് എന്തൊക്കെ പല്ലും കാലൊക്കെ വരയ്ക്കുന്നുണ്ട്. മെൻസ് ഫോറസ്റ്റ് ഇല്ല, ഓപ്പൺ, ബാക്കിയൊക്കെ അടച്ചിട്ടേക്കും. നമ്മളെന്തായാലും ഇപ്പം മെൻസ് ഫോറസ്റ്റിലെത്തിയിട്ടുണ്ട്. എൻ്റെ കണ്ണുകൂടെ വെള്ളം വന്ന് തണുത്തിട്ട് പെരും തണുപ്പ്. 10:30 ആയിട്ടുള്ളൂ. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ 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 ബൈ.